നമുക്കൊന്നൊരു ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കിയാലോ. ഈ ആൽക്കലൈൻ വാട്ടർ എന്താണെന്നാണ് കുറേ പേർക്കൊക്കെ അറിയാം. ആൽക്കലൈൻ വാട്ടർ എന്താണ്? ആൽക്കലൈൻ വാട്ടർ സാധാരണ വാട്ടറിൻ്റെ pH 7 ആണ്. ആൽക്കലൈൻ വാട്ടറിൻ്റെ pH 8 to 9 ആണ്. ഇനി pH എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ലിക്വിഡിൻ്റെ അത് അസിഡിക്കാണോ ബേസാണോ എന്നറിയാനുള്ള ഒരു മെഷർമെൻ്റാണ് pH. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ മിനിമം ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. കുക്കുംബർ വേണം, അതുപോലെ തന്നെ നാരങ്ങയുടെ തൊലി, ലെമൺ സെസ്റ്റ് എന്ന് പറയും. അതുപോലെ ഇഞ്ചി ഇതുപോലെ അരിഞ്ഞത്, ഇഞ്ചി തൊലിയോട് കൂടി അരിയുക, തൊലി ഇല്ലാണ്ട് അരിയുക. പിന്നെ കുറച്ച് പുതിനയുടെ ഇല, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ആൽക്കലൈൻ വാട്ടറിന് കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമത് നമ്മുടെ ബോഡി ആൽക്കലൈൻ ആക്കും. അപ്പോൾ അസിഡിറ്റി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. അതുപോലെ യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഡിറ്റോക്സ് ചെയ്യാൻ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്. അങ്ങനെ കുറേ ബെനിഫിറ്റുകൾ ആൽക്കലൈൻ വാട്ടറിനുണ്ട്. അപ്പോൾ ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കുമ്പോൾ ഈ കുക്കുംബർ, ഞാനിത് ശരിക്കും 3 ലിറ്റർ വെള്ളത്തിനുള്ള കുക്കുംബറാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിനാണ്. അപ്പോൾ നമ്മൾ 1/3 കുക്കുംബർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇഞ്ചിയും ലെമൺ സെസ്റ്റും 1 ലിറ്റർ വെള്ളത്തിനുള്ളതാണ് എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിലിൽ, ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ സെറാമിക് ബോട്ടിലിൽ ഉപയോഗിക്കാൻ പറ്റും. സ്റ്റീൽ പാത്രത്തിലൊന്നും ഉപയോഗിക്കരുത്. ആൽക്കലൈൻ ആയതുകൊണ്ട് റിയാക്ഷൻസ് നടക്കാമല്ലോ. സ്റ്റീൽ എന്തായാലും മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ ആൽക്കലൈൻ വാട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ആദ്യം ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിലേക്ക് ആവശ്യമുള്ള കുക്കുംബർ ഇടുക. കുക്കുംബറൊക്കെ ഗ്ലാസ് ജാറിലിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മൾ ഇഞ്ചി, ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് നീളമുള്ള ലെങ്ത്തുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ലിറ്റർ വെള്ളം വരുമ്പോൾ 1 ഇഞ്ച് ലെങ്ത്തുള്ളത് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയതായിട്ട് ലെമൺ സെസ്റ്റ്, അതായത് ചെറുനാരങ്ങയുടെ തൊലി ഇടുക. അത് കഴിഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളം, ഇപ്പോൾ ഗ്ലാസ് ഈ ജാർ 1 ലിറ്റർ ഉള്ളതുകൊണ്ട് 1 ലിറ്റർ വെള്ളം ഇതിലൊഴിക്കുക. പിന്നെ പുതിനയില ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഇടുക. ചിലവർക്ക് മിൻറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അവർ ഇടണ്ട. ഇപ്പോൾ ഞാൻ മിൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. മിൻറ്റ് കൂളിംഗ് എഫക്റ്റ് ആണല്ലോ, ബോഡി കൂളാക്കാനും നമ്മുടെ ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കും. അപ്പോൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഈ വെള്ളം നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 6 മണിക്കൂർ കഴിയുമ്പോഴാണ് ആൽക്കലൈൻ വാട്ടർ ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നാളേക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഓവർനൈറ്റ് ഉണ്ടാക്കി വയ്ക്കാം. അതായത് രാത്രി ഇതേപോലെ എല്ലാ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് വെള്ളം നിറച്ച് വയ്ക്കുക. ഓവർനൈറ്റ് 6 മണിക്കൂർ മിനിമം വേണം. അപ്പോൾ 3 ലിറ്ററിൻ്റെ ഒരുമിച്ച് കുടിക്കണമെങ്കിൽ നമ്മൾ 3 ലിറ്ററിൻ്റെ വലിയ പാത്രത്തിൽ ഉണ്ടാക്കി വയ്ക്കാം, ഉപയോഗിക്കുക. ത്രൂ ഔട്ട് ഡേ വെള്ളത്തിന് പകരം ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കാം. അതല്ല ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ 1 ലിറ്റർ കഴിയുമ്പോഴേക്കും 6 മണിക്കൂർ ആ സമയം നോക്കിയിട്ട് ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് വെയിറ്റ് നോക്കുക. എന്നിട്ട് ഒരു ദിവസം 3 ലിറ്റർ ആൽക്കലൈൻ വാട്ടർ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വെയിറ്റ് നോക്കി, എന്തായാലും ഗ്യാരണ്ടിയാണ് 1/2 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വല്ല കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയൊക്കെ വെയിറ്റൊക്കെ കുറച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ആൽക്കലൈൻ വാട്ടർ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.